പുതിയൊരു സീരീസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സീരീസിൽ ഒരു ഇതിപ്പോൾ എങ്ങോട്ടോ മുന്നോട്ട് പോവുക അല്ല ഓക്കെ ഈ സീരീസിൽ ഒരു ആൻഷ്യറ്റിക് സർവൈവൽ സീരീസാണ്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തോ മെഷീൻ വർക്ക് ചെയ്യുന്ന ഒരു ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. വീടിൻ്റെ ഭാഗത്തൊരു സാധനം ഞാൻ കണ്ടു. ഞാൻ അതിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി. എന്താണെന്നറിയത്തുണ്ട്, ഞാൻ അതൊന്ന് തൊട്ട് നോക്കി. പക്ഷെ അതൊരു ടൈം ട്രാവൽ മെഷീനായിരുന്നു. ഇങ്ങനെ ഞാൻ അവിടെ എത്തിയത് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇവിടെ സർവൈവ് ചെയ്യണം, അതാണ് നമ്മളെ കോള്. മൈക്കിൾ ജാക്സൺ. അപ്പോൾ ഈ സീരീസിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു പ്രത്യേകത അതാ ബാക്ക് കാണുന്നു, ഒരു പ്രത്യേകത അതാ ബാക്ക് കാണുന്നു, അടുത്ത പ്രത്യേകത അതാ ബാക്ക്. ഞാൻ സ്പോണായത് ഇവിടെ അല്ല ഗൈസ്, ഞാൻ സ്പോണായത് അങ്ങ് നല്ല സ്ഥലത്തായിരുന്നു. ഞാൻ ഇവിടേക്ക് വരാൻ കാരണം അതാ മലയോന്താണ് ഗൈസ്. മലയോന്ത് തന്നെയല്ലേ? മലയോന്ത് അല്ല, സോറി, ഡൈനോസർ ഇല്ല, ഡിനോസർ. അതിൻ്റെ ഡിനോസറിൻ്റെ ബാക്കിൽ എന്താണ്? അതിൻ്റെ ബാക്കിൽ ക്രിസ്മസ് അപ്പൂപ്പനാ. ഒരുത്തനെ വേണ്ട, അങ്ങോട്ടൊന്നും പോകേണ്ട ഗൈസ്. ഇവിടെ ഹെൽത്തൊക്കെ കാണിക്കുന്നുണ്ട്, വലിയ ആരുമാണ്. ലിഫ്റ്റ് തരാൻ വന്നതല്ല എന്തായാലും, നമുക്ക് ഇവിടുന്ന് പോകാം ഗൈസ് നൈസായിട്ട്. പിന്നെ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കോള് വില്ലേജ് കണ്ടുപിടിക്കൽ. വീഡിയോൻ്റെ കോള് കഴിഞ്ഞ് ഇന്നത്തെ നമ്മളെ വീഡിയോൻ്റെ കോൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്കൊരു നല്ല വീട് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഒരു ഫാം ഉണ്ടാക്കണം, പിന്നെ വെറൈറ്റി ഡൈനോസറുകളെ കണ്ടുപിടിക്കണം കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഫസ്റ്റത്തെ നമ്മളെ മെഷീൻ എന്ന് പറയുന്നത്. അവിടെ ഓണ്ട് ഇവിടെ എന്താ പയ്യോ എന്താ ചേട്ടാ, നമുക്കെല്ലാം പറഞ്ഞു കൊടുക്കാം, ചേട്ടാ നമുക്കെല്ലാം പറഞ്ഞു കൊടുക്കാം. ചെവി പൊട്ടല്ലേ, എന്ത് സൗണ്ടാണ്? തൊണ്ട കടിക്കോ? തൊണ്ട കാണിക്കേ? അയ്യോ, ഡൈനോസർ കടിക്കാണ്ട് പിന്നെ പാട്ട് പാടുമോ? എന്താ ചോര വെള്ളോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മാറി തരണം മോനെ. കടിച്ചോളന്നെ പറഞ്ഞിറക്കാറിനപ്പോൾ സമ്മതിച്ചില്ല. വൃത്തികെട്ട ജീവി. അങ്ങനത്തെ ജീവികളൊക്കെയാണ് ലോകത്തിന് അപമാനം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ വീഡിയോൻ്റെ ഫസ്റ്റ് കോളായിട്ടുള്ള വീടുണ്ടാക്കണ പണിയിലേക്ക് കിടക്കാം. വീടുണ്ടാക്കിയതിന് ശേഷം 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീട് പണിയിലേക്ക് കിടക്കാം. വീടുണ്ടാക്കുന്നതിന് മുന്നേ 2 ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, അവരെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഡയമണ്ടൊക്കെ ചിലപ്പോൾ കിട്ടിയാലോ, നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ. നമുക്കിതൊന്ന് പൊളിച്ച് വെക്കാം, ജസ്റ്റ് പൊളിച്ചെടുക്കണം, അതാണ് അതിൻ്റെ ഇത്. തുറന്നെടുക്കരുത്, പൊളിച്ചെടുക്കണം. നമുക്ക് കഴിച്ചൊരു അയൺ കിട്ടീന് കേട്ടോ. ഒരു അയൺ ഇങ്ങോട്ട് കിട്ടീന്. അതേപോലെ നമുക്ക് അപ്പുറത്തുള്ള വീട്ടിൽ കൂടി ഇത് കയറി നോക്കാം കേട്ടോ. 2 കൂടി ഉള്ളൂ ഗൈസ്. ഞാൻ വീട്ടിലും കൂടി ഒന്ന് കയറി നോക്കാം. ഇതും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഓപ്സീഡിന് എന്തൊക്കെയാണ് കിട്ടിയത് ഗൈസ്? ആർമർ കിട്ടിയാണ് കേട്ടോ, ചെസ്റ്റ് പ്ലേറ്റും സോഡ് 2 കിട്ടീന്. 7 ഒപ്സീഡിയൻ ഉണ്ട്. ഇനി 10 ഒപ്സീഡിയൻ വേണം തോന്നുന്നു ഒരു ഹോട്ടൽ ഉണ്ടാക്കാൻ കഴിയുന്നത്. അല്ലയോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാടാണ്. ഇത് രസമല്ലേ, ജംഗിൾ ബയോമൊക്കെ കിട്ടിയില്ലാക്കി നൈസ്. ഇതൊക്കെ വില്ലേജ് അങ്ങ് ദൂരം വരെ ഉണ്ട് തോന്നുന്നു നൈസ്. പോയോക്കാം, വില്ലേജിൻ്റെ ലെങ്ത്ത് എത്ര ഉണ്ട് പോയോക്കാം. നമുക്ക് നാണ്ട് കയറി നോക്കാം. എന്താ സാർ റൂട്ട് മാർച്ചാ? എന്താ അസംബ്ലി ഗൈസ്? ഇന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, ആരും കാണണ്ട ഗൈസ്. ഇതിനൊക്കെ ഒന്ന് കൊല്ലം വേണ്ട, പറഞ്ഞിരിക്ക എന്നെ അടിച്ച് കൊന്നു വൃത്തിയട്ടന്മാർ. ചാടിയൊക്കെ വരുന്നത് എടുത്ത് തല്ലട്ടോ ഗൈസ്. എത്ര ഹെൽത്താടേ ഇതെന്താ ഗൈസ്? വില്ലേജ് ഇത്ര തന്നെ ഉള്ളു കേട്ടോ, അത്ര വലിയ വില്ലേജൊന്നുമല്ല. എന്നാലും ഇവിടെ ഫുള്ള് കാടാണ് ഗൈസ്. ഒരു വാല് ഞാൻ കാണുന്നുണ്ട്. എടാ അതേതോ ജീവി, ടീരക്സ് ആണ് ഗൈസ്. നമുക്ക് ടീരക്സ് നോക്കി ബ്രെഡ് ഒന്നാ. അങ്ങോട്ട് ഞാൻ പോകണില്ല, അല്ലെങ്കിൽ ബ്രെഡ് പോലെ അതുമ്പോൾ തിന്നും ഗൈസ്. ഈ വീടും കൂടി
കൂടെ ഒന്ന് ലോട്ടാ വിചാരിച്ച് വന്നപ്പോഴാണ് അവിടെ ഡൈനോസർ വേറൊരു ആക്രമണം. ആ കിടന്ന് ആർക്കണതാ, ആരോ കടിച്ചു വന്നു, ഉറുമ്പ് അടിക്കണ്ടോ എന്നാണ് പാവം. ഇതിൻ്റെ ഉള്ളിൽ ചങ്ങായി ഉണ്ട്. നമുക്ക് ഫസ്റ്റ് അതിനെ കൊല്ലണം. അതിന് വേണ്ടി ഇതാ ഒരു ആക്സ് പുറത്തേക്ക് നിൽക്കണേ. ഇത് തുറക്കുന്നു, കൈക്കടിക്കുന്നു, വീണ്ടും വരുന്നു, കൈക്കടിക്കുന്നു, വീണ്ടും വരുന്നു, കൈക്കടിക്കുന്നു. അതിൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ എടുക്കുക ഐസ്. ഫസ്റ്റ് ഒരു എമറാൾഡ് എന്താ കിട്ടിയാണ് ഐസ്. നമുക്ക് 2 ബാരലുണ്ട്. ഫസ്റ്റ് ഇത് ബാരൽ എന്നുള്ളതുണ്ടായി. 2 ഗോൾഡൻ ആപ്പിൾ കിട്ടിയിട്ടോ. അതിനെ ധാരാളം. ഗോൾഡൻ ആപ്പിൾ മാത്രം മതി, മഷ്റൂം വേണ്ട. അതിൽ അതെന്താണെന്ന് പറഞ്ഞാൽ ചെയിൻ ആർമറാണ് വേണ്ട ഐസ്. ചെയിൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് വേണ്ട, അത് കയ്യിൽ വെക്കാൻ എന്തായാലും. അതടുത്തത് അതിൻ്റെ ഉള്ളിലുണ്ട്, അവനും കൊല്ലണം. ഇത് പൊട്ടിക്കുന്നു, കൈ കാണുന്നുണ്ടെങ്കിൽ കൈക്കടിക്കുന്നു, അങ്ങനെ ചെയ്യണം. നമുക്ക് അതിൻ്റെ ഉള്ളത്തെ ബാരലൊക്കെ തുറന്ന് ഇരുന്നതിലൊക്കെ ഉണ്ടോ നോക്കാം. ഐസ് പിക്കാക്സ് ഉണ്ട് കേട്ടോ, കോപ്പറിൻ്റെ തോന്നുന്നു. ഐസ് ഞാൻ അതിലെന്തല്ലേ കോപ്പറിൻ്റെ ടൂൾസ് ഫുള്ളുണ്ട്. ഇനി ഒന്നുകൂടി തുറന്ന് നോക്കാം. ആർമർ റെഡിയായി. ഏട്ടൻ ഉറുമ്പടിക്കണ്ട, കുറച്ച് ഉറുമ്പ് പൊടി ഇട്ടെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കുറച്ച് മരം വെട്ടിങ്ങായിട്ട് നേരെ വീട് പണിക്ക് കിടക്കാം കേട്ടോ. അവിടുത്തെ 2-3 മരം വെട്ടാം. ആ സാധനം അവിടെ ഉണ്ട്. ഇത് കഷ്ടമാണേക്കും. എന്തായാലും നമുക്ക് മരം വെട്ടിയിട്ട് നേരെ വീട് പണിയിലേക്ക് കിടക്കാം. വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് ഗൈസ്. വീടും കാര്യങ്ങളൊക്കെ നമ്മളെ ബാക്കിലുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ വീട്. വലിയ രസമൊന്നുമില്ലെങ്കിലും രസമുള്ള പോലെ രസമില്ലാണ്ട് ഉണ്ടാക്കിയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ. നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഉൾഭാഗമൊക്കെ. ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ വരുന്നു. ഇതാണ് ഉൾഭാഗം. വലുതായിട്ടൊന്നും ചെയ്തില്ല. ആ വില്ലേജേഴ്സിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചതല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ വെച്ചതാണ്. അതേപോലെ അപ്പുറത്തേക്ക് ചെറിയൊരു ഫാം ഫാം ഉണ്ടാക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫാമുണ്ട്. ഇതാണ് ഫാം. ഇതിനെ കൊണ്ടുവരാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ്. മോനെ വേം വാ, മോനെ വേം വാ, അങ്ങോട്ട് വാ. എൻ്റെ കുടുംബക്കാരെ വെട്ടി നുറുക്കി പീസാക്കിയാണ്. എല്ലാ ദിവസവും തിന്നാൻ തരണ്ട്. അങ്ങോട്ട് വേം വാ. ഇത് അങ്ങനെ കൂട്ടിലാക്കി. ഇനി ഒരു ഷീപ്പിനെയും കൂടി കിട്ടണം. അപ്പോൾ ഇത് രണ്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മേലേക്ക് സ്റ്റെപ്പ് കിടത്താനുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് പുറത്താണ് വെച്ച് കേട്ടോ. വെറൈറ്റി ആക്കി ഉണ്ടാക്കിയതാണ്. മേലെ പ്രത്യേകിച്ചൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. മേലെ ഒന്നുമില്ല, ഇവിടെ പ്ലെയിനായിട്ട് കിടക്കാം. അവിടെ വേണമെങ്കിൽ ഭാവിയിൽ സ്റ്റോറേജ് റൂം, എൻജോയിൻ റൂം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കാം. ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ വീട് പണിക്ക് വേണ്ടി കട്ട് ചെയ്ത് ഇവിടുത്തെ മരത്തിനൊന്നും പകുതി ഇല്ല ഗൈസ്. വലിയ മരം ഫുള്ള് കട്ട് ചെയ്ത് ഒരുമാതിരി ഈർക്കിള കൊള്ളി മാതിരി ആക്കി വെച്ചാണ് ഇട്ടാ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കി, ഫാം ഉണ്ടാക്കി, അതേപോലെ വെറൈറ്റി ഡൈനോസറിനെയും കണ്ടുപിടിച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞ സാധനമൊക്കെ ചെയ്ത് ഡൈനോസറിനെ ഫുള്ള് കണ്ടുപിടിച്ചില്ലെങ്കിലും നമ്മൾ അത്യാവശ്യം കണ്ടുപിടിച്ചു. അതേമാതിരി കുറേ നേരം ഞാൻ വീട് പണിയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു കാര്യം നോക്കിയത്, ഈ വീട് തന്നെയാണ്ട് പെർമനൻ്റ് ആക്കി എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് 2 വീടുണ്ട് കേട്ടോ. ഒന്ന് ഈ വീട്, പക്ഷേ നമ്മൾ ഒറ്റയ്ക്കൊരു വീട് ഉണ്ടാക്കണമല്ലോ, അതല്ല അതിൻ്റെ ഒരു ഇത്. ആ ഡൈനോസറിൻ്റെ പണി ഇപ്പോഴും കഴിഞ്ഞില്ല. അതെന്താ നോക്കാൻ അങ്ങോട്ട് പോകാനും കഴിയില്ല ഇപ്പോൾ. അപ്പം അങ്ങോട്ട് എന്തായാലും ഇപ്പോൾ പോകണ്ട. എടുത്തിട്ട് നേരെ നമ്മൾ വീഡിയോ ഇൻട്രോ എടുക്കാൻ വേണ്ടി പോയ സ്ഥലത്ത് കുറേ സാധനങ്ങളുണ്ട്. അപ്പം അങ്ങോട്ട് പറത്തിച്ച് വിടാം. ഇന്നാരോ തിന്ന് അല്ല പൂണ്ടായതാ കൈസ്, പേടിച്ചു. ഇതെന്താ ഇതിട്ട് കയറട്ടെ. ഇതുള്ളത് നന്നായി. ഇതിനി ചവിട്ടാൻ പറ്റൂല, ഈ മണ്ണ് ആൾക്കാരെ കൊല്ലും. എനിക്ക് പിന്നെ അതിനെ പറ്റി അറിയാം, അതിനെ കൊണ്ടാണ് ഞാൻ ചവിട്ടിയത്. ഇനി ഞാൻ എന്തായാലും ചവിട്ടൂല.
അപ്പം നമുക്ക് നേരെ എന്തായാലും നമ്മുടെ അടുത്ത് പിക്കാക്സ് ഇല്ലേ ഗൈസ് എടുത്ത് മൈൻഡ് ചെയ്താൽ പോരെ മാണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിങ്ങായിട്ട് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം ഗൈസ്. ഇതെന്താ ചവിട്ട് കട്ടയാ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ എന്താ ചവിട്ട് കട്ടയാ? ആയി നല്ല ബ്ലോക്ക് മാത്രമുണ്ട്, വെറൈറ്റി ബ്ലോക്ക് നല്ല രസമുണ്ട്. ഇത് മൈൻഡ് ചെയ്തെടുക്കുക, ആവശ്യം വരും. വീടിൻ്റെ അടി ഡിസൈനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ ബ്ലോക്ക് നല്ലപോലെ ഉപയോഗമാവും കേട്ടോ. നമുക്ക് ഈ ബ്ലോക്ക് എന്തായാലും കുറേ എടുക്കണം. അതിൻ്റെ മുന്നേ ഇതിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. നല്ല സ്ഥലം. അപ്പുറത്ത് ഡോറുണ്ടല്ലേ, വെറുതെ പൊട്ടിച്ച്. നമുക്ക് എന്തായാലും അവിടേക്കും കൂടി പോയേക്കാം. അവിടെ എന്തോന്ന് കാണുന്നുണ്ട്. എന്തോന്ന് കാണുന്നുണ്ട് ഗൈസ്. എന്തിൻ്റെ വലിയമായി തോന്നുന്നു. ഗൈസ് അത് പണ്ടൊക്കെ ഇപ്പോൾ നിന്ന് അങ്ങോട്ട് ചാടിപ്പോയ മത്തീൻ്റെ മുള്ള തോന്നുന്നു കേട്ടോ. അത് മത്തിമുള്ളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് നേരെ ഒന്ന് പോയി എന്തെങ്കിലും എടുക്കാണ്ടോ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്നുമില്ല. നല്ല സ്ഥലം. ഈ എല്ല് തൂക്കിയിട്ട പൈസ ഇട്ടോടെ. അയ്യവാ നല്ല മരം. ഈ മരം നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ പോയി നട്ടാലോ? അല്ലെങ്കിൽ വേണ്ട. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലടെ. അപ്പം നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ എത്ര തന്നെയുള്ളൂ. ഇത് പാർട്ട് 1 പാർട്ട് 2 ഒക്കെ വരും. 100 വ്യൂസ് എത്തിക്കണം ഈ വീഡിയോയ്ക്ക്, എന്നാലേ പാർട്ട് 2 ഞാൻ ഇടുകയുള്ളൂ. എന്തായാലും ഇതിൻ്റെ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ മോഡ്സൊക്കെ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണണം നിർബന്ധമായിട്ടും. അപ്പം എന്തായാലും എല്ലാവർക്കും ശരിയടെ, ബൈ.